തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിംഗിനായി ബാക്കി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നാദാപുരം UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. നമുക്കൊപ്പം നാദാപുരം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിന്റെ ചീഫ് ഏജന്റായ അഡ്വക്കേറ്റ് KM രഘുനാഥ് ചേരുകയാണ്. നമസ്കാരം സർ. നമസ്കാരം. 59 വർഷമായി ഇടത് ഗവൺമെന്റിന്റെ അധീനതയിലായിരിക്കുന്ന നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഏത് തരത്തിലുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്? വളരെയേറെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വെച്ചു പുലർത്തുന്നത്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഏറെ വർഷത്തിന് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോവുകയാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായുള്ള വലിയ രീതിയിലുള്ള ഒരു ജനഹിതം, അതോടൊപ്പം നാദാപുരം നിയോജക മണ്ഡലത്തിലെ ഇത്രകാലവും MLA-മാരായി പ്രവർത്തിച്ച CPI-യുടെ പ്രതിനിധികൾക്കെതിരായുള്ള പ്രതിഷേധം, ഇതൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ അഭിജിത്ത് നല്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാദാപുരത്ത് വിജയിച്ചിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ കേവലം ഒരു 25 ദിവസത്തിൽ താഴെയാണ് ഇലക്ഷന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. ആ കുറഞ്ഞ ദിവസത്തിനുള്ളിലുള്ള സംഘാടനം എങ്ങനെയുണ്ടായിരുന്നു? ഒരു പരിധി വരെ പറഞ്ഞാൽ ഏറ്റവും നല്ല സംഘാടനം നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെട്ട അന്നു മുതൽ ഒരു ഉറക്കമില്ലാതെ ഊണില്ലാതെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങളെ നയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിന്റെ 10 പഞ്ചായത്തുകളിലുള്ള ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ ഈ നാദാപുരം തിരിച്ചു പിടിക്കാനുള്ള അവരുടെ മാനസികാവസ്ഥ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനത്തിന് ബൂത്ത് തലങ്ങളിൽ നേതൃത്വം കൊടുത്ത് അതിൻ്റെ ഒരു പ്രചരണങ്ങളുടെ അന്ത്യം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാവുകയാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് മുഴുവൻ ജനങ്ങളും മാർച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വിജയം ഉറപ്പുവരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാദാപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 വർഷം മുൻപേ ഷാഫി പറമ്പിൽ MP അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. അതിനുശേഷം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കംബാക്ക് ആണ് കേരളത്തിലുടനീളം UDF-ന് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ യാഥാസ്ഥിതികതയിൽ പറയുകയാണെങ്കിൽ UDF-ന്റെ ഒരു ഉജ്ജ്വലമായ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ UDF-ന്റെ നാദാപുരത്തെ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള അഭിജിത്ത് അദ്ദേഹത്തിന് എത്രത്തോളം ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് UDF നേതൃത്വം കണക്കാക്കുന്നത്? അതാണ് പറയുന്നത്. നാദാപുരത്തിലെ ജനങ്ങൾ എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകൾ കോഴിക്കോട് ജില്ലയിൽ ചരിത്രത്തിലാദ്യമായി ഇത്രയേറെ പഞ്ചായത്തുകൾ UDF ഭരണത്തിൽ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിൽ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എല്ലാം തന്നെ മെജോറിറ്റി വരുന്ന സ്ഥലങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തു. ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത അതേ വോട്ടർമാർ 2 മാസത്തിന് ശേഷം വീണ്ടും ഇതാ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അവരുടെ മാനസികാവസ്ഥ വളരെ കൃത്യമാണ് ഈ ഗവൺമെന്റിനെതിരാണ്. അപ്പോൾ നമ്മൾ ആ ജനങ്ങളുടെ ജനഹിതം അതുപോലെ പകർത്തിയെടുത്തുകൊണ്ടാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് 9-ാം തീയതി മാർച്ച് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം ജനങ്ങൾ വോട്ട് ചെയ്യും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിജയം വടകര ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഈ നാദാപുരം 24,000-ന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടാക്കിക്കൊടുത്തത്. 24,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും നാദാപുരം നിയോജക മണ്ഡലം വളരെ കൃത്യമായ ഒരു മെജോറിറ്റി UDF-ന് ഉണ്ടായിക്കൊടുത്തു. ആ മെജോറിറ്റി ഞങ്ങൾ നിലനിർത്തും എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അതിശക്തമായ യുവത്വത്തിനുള്ള പിന്തുണ കൂടി വരുന്നതോടുകൂടി ആ ഭൂരിപക്ഷം അതിലേറെ വർദ്ധിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദിവസങ്ങളേറെയായി വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വാർഡ് തലങ്ങളിലൊക്കെ ഒരുപാട് പര്യടനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് വാർഡ് തലങ്ങളിൽ ഒക്കെയുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ജനങ്ങളുടെ, വോട്ടർമാരുടെ? ഞങ്ങൾ ഇപ്പോൾ ഞാനൊരു ചീഫ് ഏജന്റായി പ്രവർത്തിക്കുമ്പോഴും എൻ്റെ പ്രദേശത്ത് ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഞാൻ മത്സരിച്ച വാർഡിൽ പോലും ഏതാണ്ട് ഒരു 50%-ലേറെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ആ വീടുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെയാണ് എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ യുവത്വത്തിനൊരു വോട്ട് എന്നുള്ളതാണ് മുൻഗണന കൊടുക്കുന്നത്. യുവത്വമാണ് ഈ നാടിനെ നയിക്കേണ്ടവർ, ഈ ഭാവി തലമുറയിൽപ്പെട്ട യുവാക്കളാണ് നയിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ഒരു സാധനം
ഈ നിയോജക മണ്ഡലത്തിൻ്റെ 10 പഞ്ചായത്തുകളിലും വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അങ്ങനെയാണ് എല്ലാ പ്രദേശത്തും. ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയ്ക്ക് സമാനമായ സ്വീകാര്യതയാണ് പ്രിയപ്പെട്ട ശ്രീ അഭിജിത്തിന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും പ്രചരണ ജാഥയുമായി ചെന്ന സമയത്ത് കിട്ടിയത്. ആ സ്ഥാനാർത്ഥിയുടെ പര്യടനം തന്നെ നടത്തിയപ്പോൾ ആ പര്യടന വേളയിൽ എല്ലാ ഇടങ്ങളിലും കിട്ടിയ വൻ ജനക്കൂട്ടം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം KSUവിന്റെ ഒരു നേതാവായി തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്കുള്ള കാൽവെപ്പ്. തീർച്ചയായും പറയുകയാണെങ്കിൽ യുവത്വത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ തന്നെ അദ്ദേഹത്തിലേക്കുണ്ട്. ഒരുപാട് യുവാക്കളുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലേക്കൊക്കെ അദ്ദേഹം തുടക്കം കുറിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ UDF നേതൃത്വം വിജയിക്കുകയാണെങ്കിൽ നാദാപുരത്തെ പോലെയുള്ള ഒരു വലിയൊരു മേഖലയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ നാദാപുരത്തിൻ്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് വിവരിച്ചിട്ടുണ്ട്. നാദാപുരത്തിൻ്റെ അവികസിതമായ മേഖലകളിലേക്ക് സമസ്ത മേഖലകളിലെയും ഒരു കുതിച്ചുകയറ്റമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, എല്ലാ മേഖലകളിലും തന്നെ നാദാപുരത്തിൻ്റെ അവികസിത സ്വഭാവം ഒഴിവാക്കിക്കൊണ്ടുള്ള നല്ലൊരു കുതിച്ചുകയറ്റം പ്രിയപ്പെട്ട ശ്രീ അഭിജിത്തിനെ പോലെയുള്ള ചെറുപ്പക്കാരൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഈ 31 വയസ്സിനിടയിൽ അദ്ദേഹം കേരളത്തിൻ്റെ സമരരംഗത്ത് അദ്ദേഹം തിളങ്ങി നിന്നത് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ പ്രൗഢോജ്വലമായ സമര പോരാട്ടങ്ങളിൽ ഈ 31 വയസ്സിനിടയ്ക്ക് അദ്ദേഹം നടത്തിയ സമരങ്ങൾ കേരളത്തിലെ ജനത നേരിട്ട് കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ആ നോമിനേഷൻ ഫില്ലപ്പിംഗും ബോധ്യപ്പെട്ടതാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ പിണറായി വിജയൻ്റെ പോലീസിനെതിരെ നടത്തിയ, സർക്കാരിനെതിരെ പോലീസുമായി ഏറ്റുമുട്ടി നടത്തിയ നിരവധി സമരങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളാണ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിലൊക്കെ ജാമ്യം എടുത്തുകൊണ്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ കാഴ്ചപ്പാടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് നാദാപുരത്തിൻ്റെ MLA ആയി കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിൽ UDF പ്രവർത്തകന്മാർ ഏറെ സന്തോഷവാന്മാരാണ്. വിവിധ മുന്നണികൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചരിത്രം അവർ തന്നെ ആവർത്തിക്കുമോ എന്നുള്ളതാണ്, ചരിത്രം തിരുത്തി കുറിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് UDF നേതൃത്വം നിൽക്കുന്നത്. അതിനെ രണ്ടിനെയും നല്ല രീതിയിൽ മത്സരിക്കുന്ന ആവേശത്തോടെ BJP മുന്നണികളും രംഗത്തുണ്ട്. തീർച്ചയായും തൊട്ടടുത്ത ദിവസം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. വളരെ മികച്ച തരത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി മുന്നണികൾ വിജയിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നമുക്കിനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ വിശദമായി കാണാം മീഡിയ വിഷയത്തിലൂടെ. നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539 000 666.